Welcome to Sunday Special Baking Class. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് അതുപോലെ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഉള്ളൊരു എളുപ്പ വഴിയാണ് സിലിക്കൺ മോൾഡ്സ്. സിലിക്കൺ മോൾഡ് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഫ്ലവേഴ്സ് അതുപോലെ ഡിസൈൻസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ രണ്ട് രീതി കാണിച്ചിരുന്നത് നമ്മൾ ചോക്ലേറ്റും ഫോണ്ടൻറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം സംഭവം ഇത്ര ഉള്ളതാണ് സിലിക്കൺ മോൾഡ്. ഏത് ഡിസൈൻസ് വേണം നമുക്ക് കിട്ടും. ഇപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ ചിലപ്പം നിങ്ങൾക്ക് ഇത് സെയിം ആയിട്ട് കിട്ടത്തില്ല. പക്ഷേ ഈ ഫ്ലവറിൻ്റെ അത് എക്സാക്ട്ലി ആയിട്ടുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സോ പലരും പല കോമ്പിനേഷനായിട്ടാണ് വരുന്നത് കേട്ടോ. പല പാക്കറ്റുകളിൽ, അതായത് ഇതുപോലുള്ള മോൾഡുകൾ പലരും പല രീതിയിലാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഒട്ടും സമയങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ച് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ട്രൈ ചെയ്യുന്നത് ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിത് ഫ്ലവർ മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യുന്നുള്ളൂ. ഇത്ര ഉണ്ടെങ്കിലും ഞാൻ ഫ്ലവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് 5 മോൾഡ്, 1 2 3 4 5 6 മോൾഡുണ്ട്. 6 മോൾഡിൽ നമ്മൾ ഒരു മോൾഡ് വെച്ചാണ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഫോണ്ടൻ്റ്, അപ്പം ഫോണ്ടൻ്റ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഞാനൊരു ഫോണ്ടൻ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഫോണ്ടൻ്റ് സെറ്റപ്പ് ചെയ്യുന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വായിച്ചു. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫോണ്ടൻ്റ് കളർ ചേർക്കുന്ന രീതിയാണ് അന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളിത് കണ്ടോ, ഫോണ്ടൻ്റ് എടുക്കുക, റോൾ ചെയ്യുക, പ്രസ് ചെയ്യുക. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലിക്കോൺ മോൾഡിൻ്റെ അതേ ഡിസൈന് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പായിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഒരെണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്താണിത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം രണ്ടാമത്തെ 2 ഫ്ലവർ. അപ്പോൾ ഒരുപാട് നേരം ഫ്ലവർ മാത്രം കാണിക്കുന്നില്ല, എന്നാലും സോ പ്രസ് ചെയ്യുക. ഫ്ലവറിൻ്റെ ഡിസൈൻ കിട്ടി. എന്നിട്ട് നൈഫ് വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ സംഭവം കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഫ്ലവേഴ്സും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പമാണ് ഈ സംഭവം. അതുകൊണ്ട് ഫോണ്ടൻ്റ് വെച്ച് ഏത് ഡിസൈൻസും നിങ്ങൾക്ക് ഈ കാണുന്ന ഇപ്പം റോസ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ഞാൻ ചുമന്ന റോസ് കളറാണ് കൊടുത്തത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ ലീഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ ഫോണ്ടൻ്റ് വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വളരെ എളുപ്പം. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ചോക്ലേറ്റ്. അപ്പം ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റിൻ്റെ അകത്ത് ചെറുതായിട്ട് റോസ് കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. സോ ആ കളർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഇതിൻ്റെ അകത്ത് ഒഴിക്കുക കേട്ടോ, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇതെല്ലായിടത്തും എത്താൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഒന്നിങ്ങനെ ആയിട്ട് ടാപ്പ് ചെയ്യുക. സോ സംഭവം എല്ലായിടത്തും എത്തി. അന്ന് ഈ എല്ലായിടത്തും എത്തിയതിന് ശേഷം ഈ പാലറ്റ് നൈഫ് മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. സോ സംഭവം കഴിഞ്ഞു. അതുകൊണ്ട് ചോക്ലേറ്റ് എല്ലാം തിരിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് വെക്കുക. സോ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഡിമോൾഡ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ചെറിയൊരു ഹോൾ പോലെ കാണാം, പക്ഷേ അത് ശരിക്കും ടാപ്പ് ചെയ്യുക. ആ എയർ ബബിൾസ് ഔട്ട് ചെയ്യാനാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ശരിക്കും ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കുക. തണുപ്പിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. നമുക്ക് ബട്ടർ ക്രീം ഉപയോഗിച്ചും അതുപോലെ തന്നെ ഫോണ്ടൻ്റ് ഉപയോഗിച്ചും ചോക്ലേറ്റ് ഉപയോഗിച്ചും ഈ സെയിം മോൾഡുകൾ വെച്ച് നമുക്ക് ഫ്ലവേഴ്സോ ഏത് ഡിസൈൻസ് വേണം ചെയ്യാൻ സാധിക്കും. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത്. സോ അപ്പം ഇത് ഞാനിപ്പം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. പക്ഷേ ഞാൻ സൈൻ ഓഫ് ചെയ്യണം, ഒരുപാട് നേരം ഒന്നും സംസാരിക്കാനില്ല നമുക്ക്, കാരണം ഇത് ചെറിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കും കൂടുതലായിട്ട് ബേക്കിംഗ് കുറിച്ച് അറിയാം, നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം ഇത് ഡിമോൾഡ് ചെയ്യുന്നത് ഇത് കഴിയുമ്പോൾ എന്നാലും ഞാനിപ്പം സൈൻ ഔട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണ്, സീ യു നെക്സ്റ്റ് ടൈം.